സംഭവം ഇന്നലെ ബ്ലീഡിങ് വരുന്ന മാസം ഇരുപ്പിൻ്റെ ബ്ലീഡിങ് ആയിരിക്കും എന്ന് കരുതിയിട്ടാണ് എന്നെ മോളെ വിളിച്ചിട്ട് അവൻ വന്നതിന് ശേഷം മോളെ വിളിച്ച് അത് അകത്ത് ബാത്റൂമിനകത്ത് കയറ്റി രണ്ടുപേരായിട്ട് ക്ലീൻ ചെയ്ത് ആട്ടോയിൽ കയറ്റിയിരുത്തിയതിന് ശേഷം എന്തോ സാധനം എടുക്കാൻ വേണ്ടി പോകുമ്പോഴാണ് അവൻ ഈ ബെഡ്ഷീറ്റിനകത്ത് മാറ്റിയിടുമ്പോൾ കാണുന്നത്. അല്ലാതെ അവനും അറിയില്ല. അപ്പം നമ്മളെ കരുതിയിട്ടുള്ളത് ഈ ബ്ലീഡിങ്ങിൻ്റെ ഇതായിരിക്കണം എന്നുള്ളത്. ഇങ്ങനെ എന്തെങ്കിലും കുറ്റകൃത്യം, അതായത് മൂത്ത കുട്ടിയെ ഉപദ്രവിക്കുക, അത് ചെയ്യുമായിരുന്നു. കൊച്ചുകുട്ടിയെ വലിച്ചെറിയും, തുരെറിയും, അതിന് ദേഹോത്തരം ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. അത് മാരമായിട്ടാണോ? മാരകമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. മാരകമായിട്ട് തന്നെയാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. അല്പം സ്നേഹമില്ലാതെ, ഒരു പ്രസവിച്ച് തള്ളയെന്നുള്ള മനോഭാവം ഇല്ലാതെ തന്നെയാണ് ആ കുട്ടിയെ ഉപദ്രവിച്ചിട്ടുള്ളത്. ഏതെങ്കിലും രീതിയിൽ മാനസിക നില തെറ്റിയ കുട്ടിയാണോ അത്? എനിക്കതിനെ കുറിച്ച് അറിയില്ല. അങ്ങനെയുള്ള പ്രവൃത്തികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റില്ല. എന്തായാലും ഭർത്താവിന്റെ അച്ഛനും അമ്മയാണ് നിങ്ങളുടെ രണ്ടുപേരും. നിങ്ങൾക്കുള്ള ആഹാരമൊക്കെ തയ്യാറാക്കി തരുന്നത് ഞാൻ ഈ വീട്ടിൽ നിന്ന് യാദൃച്ഛികമായിട്ട് എൻ്റെ പെൺമക്കൾ വരുമ്പോഴേ കഴിക്കാറുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം ഞാൻ ഉണ്ടാക്കി കഴിക്കുള്ളൂ. അങ്ങനെയാണ്. അപ്പോൾ എന്തെങ്കിലും അവർ വയ്ക്കുന്ന ഭക്ഷണത്തിൽ എന്തെങ്കിലും എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കും. അവിടെ രോഗിയാണ്, കണ്ടല്ലോ. അതാണ് ഒരാളുടെ ആശ്രയമില്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഇവിടെ ഭക്ഷണമൊന്നും ഞാൻ കഴിക്കാറില്ല. അപ്പൊ ഇങ്ങനെ ഒരു ഇതായതുകൊണ്ട് അതിന്റെ പേരിൽ ഒരു പ്രശ്നം വേണ്ട എന്ന് വെച്ചിട്ട് ഞാനങ്ങ് മാറിയതാണ്. അതുകൊണ്ട് തന്നെ ഒരു കുടുംബത്തിന്റെ അകത്തെ ഒരു ബന്ധം അങ്ങനെ ഇല്ലായിരുന്നു തങ്ങളില്. ബന്ധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ടും പറയാതൊന്നുമില്ല. അങ്ങനെ വലുതായിട്ട് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. എന്തെങ്കിലും ചെറിയ അടുക്കള കാര്യങ്ങളുള്ള വിഷയങ്ങളുള്ള കാര്യങ്ങളെ സംസാരിക്കാറുള്ളൂ. അതും അപൂർവമായിട്ടേ ഉണ്ടാവുള്ളൂ. പിന്നെ അതിനകത്തത് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറം ലോകമായിട്ട് ഒരു ബന്ധവുമില്ല. ആൾക്കാരായിട്ടോ എൻ്റെ ആൾക്കാർ ആരെങ്കിലും വന്നാലോ എൻ്റെ ഭാര്യയുടെ ആൾക്കാരൊന്നും വന്നെങ്കിൽ ഇരിക്കുക, സഹകരിക്കുകയോ സംസാരിക്കുകയൊന്നും ചെയ്യാറില്ല. അപ്പോൾ അതിന് വന്ന് എത്തി നോക്കൂ, അങ്ങ് പോകും, ആ റൂമിനകത്തിരിക്കുക ആണ് എൻ്റെ സ്വഭാവം. പിന്നെ ഈ കുട്ടിയെ സംബന്ധിച്ച് മറ്റാരെങ്കിലുമായിട്ട് ഫോൺ വിളിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കറിയില്ല. കാരണം 2.5 വർഷം കഴിഞ്ഞ് അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് നിശ്ചയിക്കാൻ ചിന്തിക്കാനുള്ള കാര്യങ്ങളൊന്നും ഇല്ല. വേറെ ജോലിക്കൊന്നും പോകുന്നില്ല, ഈ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്താണ് ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. കാട്ടാക്കട പൂഴനാട് വീട്ടിൽ പ്രസവിച്ച യുവതിയുടെ കുഞ്ഞ് മരിച്ചതിലെ ദുരൂഹത നീക്കാനുള്ള ശ്രമത്തിലാണ് ഇവിടെ പോലീസും ഫോറൻസിക് വിദഗ്ധരും. കുഞ്ഞിന്റെ കഴുത്തിലും ശരീരത്തിലും മുറിവുകൾ കണ്ടെത്തിയതും മൊഴികളിലെ വൈരുദ്ധ്യവും ഒരു കുറ്റകൃത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതായാണ് പോലീസിന്റെ നിഗമനം. വീട്ടിൽ യുവതി പ്രസവിച്ച കാര്യം അറിയാതെ വീട്ടിലെത്തിയ ഭർത്താവ് തന്നെ വയറുവേദനയാണ് എന്ന് പറഞ്ഞ ഭാര്യയെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയായിരുന്നു. കുറച്ച് സാധനങ്ങൾ കൂടി എടുക്കാൻ വേണ്ടി വീട്ടിലേക്ക് തിരിച്ചു വന്ന ഭർത്താവ് പിന്നെ കാണുന്നത് കട്ടിലിനടിയിൽ ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞ നിലയിൽ കിടക്കുന്ന നവജാത ശിശുവിനെയാണ്. തുടർന്ന് ഈ അമ്മയെയും കുഞ്ഞിനെയും അദ്ദേഹം കാട്ടാക്കട പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എത്തിച്ചു. ചലനമറ്റ നിലയിലായിരുന്നു ഹോസ്പിറ്റലിൽ കുട്ടിയെ എത്തിച്ചതെന്ന് ഹോസ്പിറ്റൽ അധികൃതർ പോലീസിനോട് പറഞ്ഞു. മാത്രമല്ല, ഈ കുഞ്ഞിൻ്റെ മരണത്തിലെ ദുരൂഹതയെക്കുറിച്ചും വേണ്ടുന്ന വിവരങ്ങൾ കൈമാറിയത് ഹോസ്പിറ്റൽ അധികൃതർ തന്നെയായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ കേസിൽ വ്യക്തത വരികയുള്ളൂ എന്ന് പോലീസ് വൃത്തങ്ങൾ പറയുന്നു. യുവതി ഗർഭിണിയായിരുന്നു എന്നുള്ള വിവരം പോലും കുടുംബാംഗങ്ങൾക്ക് അറിയുമായിരുന്നില്ല എന്നാണ് വിവരം. ഭർത്താവും അത്തരമൊരു മൊഴിയാണ് പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഞാൻ ഇന്നലെ രാവിലെ ഇവിടുന്ന് പണിക്ക് പോയിരുന്നു. തിരിച്ച് ഞാനൊരു 10 മണിയായപ്പോൾ ഇവിടെ വന്നപ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് പറഞ്ഞു 7 മണിക്ക് കൊച്ചു കുട്ടിയുണ്ട്, തന്നെ ഇറക്കി വിട്ടു. അതിനുശേഷം ഇവർ പുറത്തിറങ്ങിയിട്ടില്ല. ഈ വിവരം മാത്രമേ എനിക്കറിയൂ. ആ കുട്ടി രാവിലെ മുതൽ 7 മണിക്ക് ശേഷം അന്ന് പുറത്ത് വിട്ടതിന് ശേഷം തിരിച്ച് അങ്ങോട്ട് റൂമിൽ പുറത്തിറക്കി വിട്ടു. അതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഇവിടെ വരുമ്പോൾ എൻ്റെ അടുത്ത് ഭാര്യ ഇതുപോലെ പറഞ്ഞു, ശരി അവൾ വയറ്റ് വേദനയായിട്ട് കിടക്കുകയാണ്, അതുകൊണ്ട് കൊച്ചിന് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതിന് ഇറക്കി വിട്ടു. ഞാൻ പറഞ്ഞു വിടണ്ട. അവൻ എൻ്റെ മോൻ ഇവിടെ ഇല്ല, അവ സമയത്തില്ലായിരുന്നു. അവൻ ഇന്നലെ അതിൻ്റെ തലേ ദിവസം രാത്രി 12:30 കശാപ്പിന് പോയി. കശാപ്പ് ചെയ്യുന്ന ഒരാളാണ്, ഇറച്ചി വെട്ടാൻ വേണ്ടി പോയി. തിരിച്ച് 11:30 മണിക്കാണ് അതൊക്കെ തീരുന്നത്. 11:30 ശേഷം 12 മണിക്ക് അടുപ്പിച്ചിവിടെ വന്നിട്ട് ആണ് ആ പറയുന്നത് ഇതുപോലെയാണ് സംഭവം. അപ്പോൾ ഇതിനിടയ്ക്ക് എൻ്റെ മോളെ വിളിച്ച് പറഞ്ഞായിരുന്നു തോന്നുന്നു. ഇതെനിക്ക് എനിക്കറിയാം, അതും എനിക്കറിയില്ല. ഈ 9 മാസം വരെ ഗർഭിണിയായിരുന്നിട്ടും കുടുംബത്തിലെ ഒരു ലക്ഷണവും കണ്ടാൽ ഒരു ലക്ഷണവും ഇല്ല, ഒന്നുമില്ലായിരുന്നു.
നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. മെലിഞ്ഞിട്ടാണോ ശരീരമൊക്കെ ആയിരിക്കുന്ന ഇപ്പൊ കാണുന്ന അതേ കാഴ്ചപ്പാട് നമ്മൾ കണ്ടില്ല. അതൊക്കെ ഉള്ളത് തന്നെയാണ്, ഇരിക്കുന്ന കാഴ്ചപ്പാട് തന്നെയാണ്. അത് തന്നെയാണ് നമുക്ക് പറയാം. ഒന്നാമത്തെ കുട്ടിക്ക് ഇപ്പൊ 2-2.5 വയസ്സായിട്ടില്ല. അതിന് ഇനി 1.5 മാസത്തിനുള്ളിൽ 2 വയസ്സ് തികയാം. 2 വയസ്സ് തികയും. അപ്പൊ തൊട്ടടുത്ത് തന്നെ ഒരു കുട്ടി ജനിക്കുകയായിരുന്നു ചെയ്യുന്നല്ലേ, അങ്ങനെ വേണം മനസ്സിലാക്കാൻ. അപ്പം ഇതിന് ഈ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട് ഇവര് തങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ സ്വരച്ചേർച്ചയില്ലായ്മ അങ്ങനെയൊന്നുമില്ല. നന്നായി നോക്കിക്കൊണ്ട് അവള് പറയുന്ന സാധനങ്ങളെല്ലാം അപ്പോഴപ്പോഴും വാങ്ങിച്ചു കൊടുക്കും. അപ്പൊ എന്തുകൊണ്ട് ഇത് മറച്ചു വെച്ചു എന്നുള്ളതാണ് എനിക്കറിയില്ല. അത് ആ കുട്ടിക്ക് അറിയും, നമുക്കറിയില്ല. ഗർഭിണിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും മറച്ചു വെക്കാതെ അല്ലേ പറഞ്ഞിട്ട് സംഭവം ശരിയാണ്. ഇത് നമ്മൾ അറിഞ്ഞിട്ടില്ല, എൻ്റെ മകനും അറിഞ്ഞിട്ടില്ല. വീട്ടിലെ പ്രസവത്തിൽ ജനിച്ച നവജാത ശിശു മരിച്ചതിൽ കൊലപാതകമെന്ന സംശയത്തിലാണ് പോലീസ്. അതിൻ്റെ അന്വേഷണവും ആരംഭിച്ചിരിക്കുകയാണ്. പോൾനാട് പ്ലാവിള വീട്ടിൽ ഷംനയുടെ കുഞ്ഞാണ് മരിച്ചത്. ഷംനയ്ക്ക് 21 വയസ്സ് മാത്രമാണ് പ്രായം. ഇന്നലെ ഉച്ചയ്ക്ക് വീട്ടിലെത്തുമ്പോൾ ഭാര്യ ഷംന വയറുവേദന കാരണം അവശനിലയിലായിരുന്നുവെന്ന് ഇറച്ചിക്കട തൊഴിലാളിയായ ഭർത്താവ് അൽത്താഫ് പറയുന്നു. എന്തുകൊണ്ട് ഷംന ഈ വിവരം അൽത്താഫിനെ അറിയിച്ചില്ല എന്നുള്ളത് മറ്റൊരു ദുരൂഹതയാണ്. ആശുപത്രിയിലേക്ക് പോകാനായി ഷംനയെ ഓട്ടോറിക്ഷയിൽ കയറ്റുന്നതിനിടെ ചെരുപ്പെടുക്കാൻ മുറിയിൽ കയറിയപ്പോഴാണ് കട്ടിലിനടിയിൽ രക്തം പുരണ്ട തുണി കണ്ടത് എന്നാണ് ഭർത്താവിൻ്റെ മൊഴി. ആ തുണി പരിശോധിക്കുമ്പോൾ തുണിക്കുള്ളിൽ ചോരക്കുഞ്ഞുണ്ടായിരുന്നു. തുടർന്ന് കുട്ടിയെയും ഷംനയെയും സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുഞ്ഞിന് ജീവനില്ലായിരുന്നു. നമുക്ക് കാര്യങ്ങൾ തിരക്കാൻ ഷംന ഇപ്പോൾ ഇവിടെയില്ല. പോലീസിന്റെ നിരീക്ഷണത്തിൽ SAT ഹോസ്പിറ്റലിലാണ്. ഷംനയ്ക്കും അടിയന്തര ചികിത്സയുടെ ആവശ്യമുണ്ട്. ധാരാളം രക്തസ്രാവം ഉണ്ടായിരുന്നതായാണ് വിവരം. കുഞ്ഞിന്റെ കഴുത്തിലും നെഞ്ചിലും മുറിവുകൾ കണ്ടതിനെ തുടർന്ന് ഡോക്ടറാണ് പോലീസിൽ വിവരം അറിയിച്ചത്. ഭാര്യ ഗർഭിണിയാണെന്ന വിവരം താനും വീട്ടുകാരും അറിഞ്ഞിരുന്നില്ലെന്നാണ് അൽത്താഫ് ആവർത്തിക്കുന്നത്. ഷംന പോലീസ് നിരീക്ഷണത്തിലാണ്. കുഞ്ഞിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. 3 വർഷം മുൻപായിരുന്നു അൽത്താഫിന്റെയും ഷംനയുടെയും വിവാഹം. ഷംനയ്ക്ക് ഉറ്റവരും ഉടയവരുമൊന്നും ഇല്ലാത്ത കുട്ടിയാണോ എന്നൊരു സംശയം അയൽക്കാരൻ പ്രകടിപ്പിച്ചു. ഈ ഷംനയെ ചെറിയൊരു രീതിയിൽ വിവാഹമൊക്കെ നടത്തിക്കൊടുത്ത ഒരാളിന്റെ പേരും അദ്ദേഹത്തിന്റെ സ്ഥാപനത്തെക്കുറിച്ചും നമ്മളോട് പറഞ്ഞു. പക്ഷെ അതിനെക്കുറിച്ച് കൂടുതലായി നമ്മളിപ്പോൾ അന്വേഷിക്കാൻ പോയിട്ടില്ല. ഈ ഭർത്തൃ വീട്ടിൽ ഷംന ഏത് രീതിയിലുള്ള ജീവിതമാണ് നയിച്ചത് എന്നതിനെക്കുറിച്ച് ഏകദേശ ധാരണ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു ഒറ്റപ്പെടൽ ഷംന അനുഭവിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഭർത്താവിന്റെ അമ്മയും ഭർത്താവിന്റെ അച്ഛനും ആ വീട്ടിൽ ഉണ്ടായിരുന്നു. മിക്കപ്പോഴും മൂത്ത കുട്ടിയോട് ഷംന വളരെ പരുഷമായിട്ടാണ് പെരുമാറിയിട്ടുള്ളത് എന്നാണ് ഭർത്താവിന്റെ ആൾക്കാരിൽ ചിലർ നമ്മളോട് പറഞ്ഞത്. ഒരുപക്ഷെ മക്കളോട് മാത്രം സ്നേഹം, തന്നോട് ആ സ്നേഹം തീരെ കാണിക്കുന്നില്ല ബന്ധുക്കൾ എന്ന രീതിയിൽ ഒരു മനപ്രയാസം ഉള്ളിൽ വളർന്നു വന്നിട്ടാണോ ഈ ഒരു കുറ്റകൃത്യത്തിലേക്ക് പിന്നെ ഷംന കടക്കാനിടയായത് എന്നതിനെക്കുറിച്ച് ഒരു ഡൗട്ടുണ്ട്. പൊതുവെ നമുക്ക് ഒരു പ്രസവാനന്തര ഡിപ്രഷൻ എന്ന തലത്തിലേക്കൊക്കെ പറഞ്ഞു വയ്ക്കാവുന്ന ഒരു മാനസികമായിട്ടുള്ള ഡിസ്റ്റർബൻസിന്റെ പരിണിതഫലമാണോ പ്രസവിച്ചുടനെ ഈ കുഞ്ഞിനെ വകവരുത്തിയത് എന്നൊരു സംശയവും നാട്ടുകാരിൽ ചിലർ നമ്മോട് പ്രകടിപ്പിച്ചു. എന്നാലൊരു കുടുംബം ഈ കുടുംബം ഇവിടെ ഈ പാവമാണ് തന്റെയാണ് ഒരു തള്ളക്ക് നടക്കാൻ പറ്റില്ല. അപ്പോൾ കാരണം അവരുടെ മൈൻഡ് പല പ്രാവശ്യം മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ ഈ കൊച്ചുങ്ങൾക്ക് കൊടുക്കുന്ന സ്നേഹം ഇത് കാണുമ്പോൾ ഭയങ്കര ഒരു ഇതാണ് കിട്ടാത്തത്. അതിന് കിട്ടാത്തത് അടുത്തൊരു കിട്ടുന്നു. ഞാൻ എൻ്റെ മക്കൾക്ക് അത് കാണുമ്പോൾ ഒരു ഇതാണ്. അപ്പം നമ്മൾ വളർത്തിയതങ്ങനെ എൻ്റെ കൊച്ചുമക്കൾക്ക് വേറെ പെൺമക്കളുണ്ട്, അവരെ മക്കൾക്കും ഇതുപോലെയാണ്. ആ മക്കളെയും ഞാൻ അത്രയും ഉണ്ടാകുന്നു. അതാ ഞാൻ 2 മാസം കൊണ്ട് ഉറക്കം പോയി. ഈ കല്ലിലൊന്ന് അടിച്ചോ ഇവിടുന്ന് ഓടി വന്ന ഇവിടെ ഇടിച്ചു അങ്ങാൻ മറിഞ്ഞു. അത് 2 വയസ്സുള്ളപ്പോൾ? 2 വയസ്സായിട്ടില്ല, ഇനി 1.5 മാസം ഉണ്ട് 2 വയസ്സ്. കുട്ടികളോടൊന്നും അല്പം സ്നേഹം ഇല്ലായിരുന്നു. ഇല്ല, അതിനത് എന്തോ ഒരു ശത്രുത പോലെയാണ്. പല പ്രാവശ്യം അത് പലതും. ആ മൂത്ത കുട്ടി ഇവിടെ ഓടി വന്ന് കല്ലിൽ തട്ടി വീണ് കാലിൽ ക്ഷതമുണ്ടായിട്ടും കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല
ഷംന എന്നാണ് ഇപ്പോൾ അമ്മാവൻ നമ്മളോട് പറഞ്ഞത്. മാത്രമല്ല അമ്മാവനും അമ്മായിയൊക്കെ കുട്ടികളോട് കാണിക്കുന്ന സ്നേഹം കാണുമ്പോൾ ഷംനയ്ക്ക് വിരളി പിടിക്കാറുണ്ടായിരുന്നത്രേ. ഒരു വാർത്ത ചിലർ പറയുന്ന വിവരങ്ങൾക്കപ്പുറം ആഴവും പരപ്പുമുള്ളതാകാം. അതിനു മുൻപും പിൻപും ആ കുറ്റകൃത്യത്തിലേക്ക് നയിച്ച ജീവിതത്തിന്റെ താളപ്പിഴകളും ഉണ്ടാവാം. ഇപ്പോൾ ആ അമ്മ സംശയത്തിന്റെ നിഴലിലാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാവും തുടരന്വേഷണങ്ങളും തെളിവെടുപ്പുമൊക്കെ. ഇത് ക്രൈമാണോ, അത് നടപ്പിലാക്കിയത് ഒറ്റയ്ക്കാണോ, അതോ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ, പ്രേരണയുണ്ടോ? എല്ലാം അന്വേഷിക്കട്ടെ, കണ്ടെത്തട്ടെ.